അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്, നമ്മൾ നിലകൊള്ളുന്നത് പുണ്യ മുഹറമിൻ്റെ 9ാമത്തെ പകല്. അതിൽ പല ആളുകളും നോമ്പുകാരാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ ഒരു പുണ്യ പകലിലാണ് നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മഗ്‌രിബിക്ക് ശേഷം നമ്മൾ മറ്റൊരു പുണ്യരാവിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. മുഹറമിൻ്റെ 10ൻ്റെ രാവ്, ആഷുറാൻ്റെ രാവ്, അതോടൊപ്പം വെള്ളിയാഴ്ചയുടെ രാവ്. നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിലാണ്. എപ്പോഴെങ്കിലും വളരെ കുറവായിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമുക്ക് വരാറുള്ളത്. അഥവാ വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ ആഷൂറാവിൻ്റെ രാവും. പടച്ചറബ് കബൂലാക്കട്ടെ. പടച്ചറബ് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ഈ പുണ്യരാവിലും നാളത്തെ പകലിലും ധന്യമാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അത്രമാത്രമേ ദുആ ചെയ്യാനുള്ളൂ. കാരണം വെള്ളിയാഴ്ച രാവിൻ്റെയോ അല്ലെങ്കിൽ പകലിൻ്റെയോ മഹത്വം നമ്മൾ പറയേണ്ടതില്ലല്ലോ. എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാകുന്ന, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കൽ, മുഅക്കദായിട്ടുള്ള സുന്നത്തുള്ള രാവും പകല്, ഇതൊക്കെയാണ് വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകത. അതുപോലെ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞത്. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം എന്നുള്ളത് യൗമുൽ ജുമയാണെന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആ ഒരു പുണ്യ രാവിലാണ് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് ഈ ഒരു ആഷുറാൻ്റെ ദിവസം നമുക്ക് കനിഞ്ഞേകിയത്. അള്ളാഹു കബൂലാക്കട്ടെ. എന്താണെങ്കിലും നമുക്കറിയാം, ഈ ആഷുറാൻ്റെ രാവ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പ്രയാസങ്ങൾ പടച്ച റബ്ബിന് മുമ്പിൽ കണ്ണീരോടെ പറയണം. പ്രത്യേക ദിക്റുകൾ ചൊല്ലാണ്ട് ആ ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ നാളത്തെ പകലിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒരു കാര്യം ഉറപ്പ് തരാം, നമ്മുടെ ലൈഫ് സെറ്റിലാകും. നമ്മുടെ ലൈഫ് ഇൻഷാ അല്ലാഹ് സെറ്റാകും. യാതൊരു പേടിയും വേണ്ട. സാമ്പത്തിക ഞെരുക്കങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, മാനസിക ടെൻഷനുകൾ, മാനസിക ഡിപ്രഷനുകൾ എല്ലാം പടച്ച റബ്ബ് അകറ്റിത്തരും. അതുപോലെ ജോലിയിലെ കഷ്ടതകൾ, അതുപോലെ വീട്ടിലെ പ്രയാസങ്ങൾ, അതുപോലെ നാട്ടിലെ പ്രയാസങ്ങൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ എല്ലാം പടച്ച റബ്ബ് നികത്തിത്തരും. എന്തേ വേണ്ടുള്ളൂ? ഉറച്ച ഈമാനോടുകൂടെ, ഉറച്ച യഖീനോടുകൂടെ, ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ പറയുന്ന ദിക്റുകൾ ചൊല്ലി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഈ നന്മ ഇപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളെ ഷെയർ മുഖാന്തരം അവർക്കും ഇതിൽ നിന്ന് ഉപകാരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മിസ്ല സവാബ് പടച്ച റബ്ബ് നിങ്ങൾക്കും തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും വിഷയത്തിലേക്ക് വരാം. നാളെ പകലിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നുള്ളത് നോമ്പ് തന്നെയാണ്. ആഷുറാൻ്റെ നോമ്പ് നമുക്കെല്ലാവർക്കും അറിയാലോ. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? ആഷുറാൻ്റെ നോമ്പ് ഒരാൾ നോറ്റാൽ അവൻ്റെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന, അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും പടച്ച റബ്ബ് നൽകട്ടെ. അതിനുള്ള സന്മനസ്സ് പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നാളെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഉമ്മ ഉപ്പ, നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിലെ അവരിൽ നമ്മൾ ഭക്ഷണ വിശാലത കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭക്ഷണ വിശാലത കാണിച്ചാൽ എന്താണ്? ബാക്കിയുള്ള വർഷം പടച്ച റബ്ബ് നമുക്കും നമ്മുടെ നഫക്കത്തിൽ, നമ്മളുടെ വസ്ത്രങ്ങളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ വരുമാനത്തിലൊക്കെ പടച്ച റബ്ബ് വിശാലത കാണിക്കുന്ന. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെന്നതാണ്. അവിടുന്ന് പറയുന്നുണ്ട്, വൻ വസ്സഅ അലാ ഇയാലിഹി ഫിൻ നഫഖതി യൗമ അശൂറ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. നമുക്ക്
കഴിയും പോലെ നല്ല ഒരു ഫുഡ്, നല്ല രീതിക്കുള്ള ഒരു ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഈ പറയപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുക. വഫഖനല്ലാഹ്, തൗഫീഖ് നൽകട്ടെ. ഇത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അതും നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ ഖദ് ജറബ്നാഹു ഫവജദ്നാഹു കദാലിക. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി, ഞങ്ങളത് ചെയ്ത് നോക്കി. അതിൻ്റെ ഫലം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുഭവിക്കാനും സാധിച്ചു. ഞങ്ങൾക്കതിൻ്റെ ഫലം അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഫലം ലഭിക്കുന്നതാണ്. സാമ്പത്തിക വിശാലത, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള ഉയർച്ച, ഇതൊക്കെ ഇതിലൂടെ ലഭിക്കും. വഫഖനല്ലാഹ്, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചൊല്ലേണ്ട ദിക്റുകൾ അതാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് പടച്ച റബ്ബ് നമുക്കത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. മുഹറം 10 രാവിലെ അഥവാ ഈ മഗ്രിബിക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ്. ഇത് ആർത്തവമുള്ള അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് ചൊല്ലാൻ പറ്റൂലല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട, എല്ലാവർക്കും ചൊല്ലാം. ഏതറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതാണ് ദിക്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. കഴിയുന്നവരൊക്കെ ഈ പുണ്യരാവിലെ 70 പ്രാവശ്യം ഈ ഒരു ദിക്റ് ചൊല്ലാൻ ശ്രമിക്കുക. എത്രയാണ്? 70 പ്രാവശ്യം. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നാളത്തെ പകലിൽ അഥവാ നാളെ സുബൈക്ക് ശേഷം മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റ് ഒരു 70 പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്. ഇത് ചൊല്ലിയാലുള്ള ഫലം എന്താ അറിയോ? ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക ഞെരുക്കങ്ങളില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ, വിഷമങ്ങളില്ലേ, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലേ, അതിനൊക്കെ പടച്ച റബ്ബ് സംരക്ഷണം നൽകും. ഏതാണ് ദിക്റ് എന്നറിയോ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസ്വീർ. ഇതാണ് ദിക്റ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസ്വീർ. ഈ ദിക്റാണ് നാളെ പകല് സുബഹിക്ക് ശേഷം മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ 70 പ്രാവശ്യം ചൊല്ലേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ചൊല്ലിയിട്ട് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങളില്ല, മരണത്തിൽ നിന്ന് വരെ രക്ഷയുണ്ടെന്ന്. അത്രയും പവർഫുള്ളായിട്ടുള്ള ദിക്റുകളാണ്. അതുപോലെ തന്നെ നാളെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. കഴിയുന്നവർ 1000 പ്രാവശ്യം ചൊല്ലുക, അല്ലെങ്കിൽ കഴിയുന്നത്ര ചൊല്ലുക. വളരെ നല്ലതാണത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും ഈ നന്മകൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെ ഷെയർ മുഖാന്തരം അവർക്ക് ഉപകാരപ്പെട്ടാൽ അത് നിങ്ങളെ ലൈഫിൽ പടച്ച റബ്ബിൻ്റെ വളരെ തൃപ്തിയുള്ളൊരു അമലായിട്ട് മാറും എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. വഫഖനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും മറ്റു എല്ലാവരെയും, എല്ലാ സത്യവിശ്വാസികളിലും മുഅ്മിനീങ്ങളിലും എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.